വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡൽ വെർബായ വുഡിന്റെ കറക്റ്റ് യൂസ് ആണ് പഠിക്കുന്നത്. വുഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇമാജിനറി ആയ സാങ്കല്പികമായ അൺറിയൽ ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. പലരും വില്ലിന് പകരം വുഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം വിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. വുഡ് ഉപയോഗിക്കുന്നത് സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന സെന്റൻസസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കാർ ഉണ്ടെങ്കിൽ നന്നായിരുന്നു, ഒരു കാർ ഉണ്ടെങ്കിൽ നന്നായേനെ എന്നർത്ഥം. അതിനർത്ഥം എന്താണ്? കാറ് ഇല്ല, പക്ഷെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കുക വുഡാണ്, വില്ലല്ല യൂസ് ചെയ്യുക. നമ്മളിത് ഇങ്ങനെയാണ് പറയുക: ഇറ്റ് വുഡ് ബി നൈസ് ടു ഹാവ് എ കാർ. ഒരു കാർ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇറ്റ് വുഡ് ബി നൈസ് ടു ഹാവ് എ കാർ. ഇറ്റ് വുഡ് ബി നൈസ് എന്ന് പറയുമ്പോൾ നന്നായേനെ, നന്നായിരുന്നു എന്നർത്ഥം. ഇറ്റ് വിൽ ബി നൈസ് എന്നല്ല പറയുന്നത്, ഇറ്റ് വുഡ് ബി നൈസ് എന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ, പക്ഷെ നമുക്ക് കാറ് വാങ്ങിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു വലിയ വീടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ഇറ്റ് വുഡ് ബി നൈസ് ടു ഹാവ് എ ബിഗർ ഹോം എന്നാണ്. ഇവിടെ വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ റിയൽ അല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പലരും വില്ലിന് പകരമായി വുഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ മീനിങ് തെറ്റിപ്പോകും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ വരും എന്നാണ് പറയേണ്ടതെന്ന് കരുതുക. അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഞാൻ വരും അല്ലെങ്കിൽ ഞാൻ വരാം എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക വിൽ ആണ്. ഐ വിൽ കം. അത് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ വരും അല്ലെങ്കിൽ ഞാൻ വരാം എന്നാണ്. ഐ വുഡ് കം എന്ന് പറയുമ്പോഴോ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ വന്നേനെ എന്നാണ്. എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാഹചര്യം അതിനനുവദിക്കുന്നുണ്ടായിരുന്നില്ല. മീനിങ്ങിലുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കുക. ഐ വിൽ കം എന്ന് പറയുമ്പോൾ ഞാൻ വരും എന്നാണ് അർത്ഥം. പക്ഷേ മറിച്ച് ഐ വുഡ് കം എന്ന് പറയുമ്പോഴോ അങ്ങനെയാകുമ്പോൾ എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ സാധിക്കില്ല എന്നാണ് അർത്ഥം. ഐ വുഡ് കം, ഞാൻ വന്നേനെ, പക്ഷെ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വരാൻ സാധ്യത കുറവാണ് എന്നാണ് ഐ വുഡ് കം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മലമുകളിൽ താമസിക്കാനാണ് ഇഷ്ടം. ഒരു അൺറിയൽ സിറ്റുവേഷൻ. ഞാൻ അവിടെയല്ല താമസിക്കുന്നത്. മലമുകളിൽ എന്ന് പറയുമ്പോൾ ഹിൽ സ്റ്റേഷനുകളിലോ ഹിൽസിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കാനാണ് ഇഷ്ടം എന്നാണ് നമുക്ക് പറയേണ്ടത്. അവിടെയല്ല താമസിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം എക്സ്പ്രസ് ചെയ്യാണ്. അതിന് നമുക്ക് ഐ വുഡ് ലവ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് എന്ന് പറയാം. ഐ വുഡ് ലവ് ടു ലീവ് ഇൻ ദ ഹിൽസ് അല്ലെങ്കിൽ മൗണ്ടെയ്ൻസ്. ഐ വുഡ് ലവ് ടു ലീവ് ഇൻ ദ ഹിൽസ്. ലവിന് പകരം നമുക്കിവിടെ ലൈക്കും ഉപയോഗിക്കാം. നമ്മുടെ ഒരു ഇഷ്ടം, അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്ന് പറയാനാണ് നമ്മളിവിടെ വുഡ് ലവ് അല്ലെങ്കിൽ വുഡ് ലൈക്ക് എന്ന് പറയുന്നത്. വുഡ് ലൈക്കിന് വേറെ ഒരു യൂസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരാവശ്യം പൊളൈറ്റായി എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ വുഡ് ലൈക്ക് യൂസ് ചെയ്യും. ഐ വുഡ് ലവ് ടു ലീവ് ഇൻ ദ ഹിൽസ്. എനിക്ക് ഹിൽസിൽ, കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കാൻ താല്പര്യമാണ്. അൺറിയൽ ആയ ഒരു സിറ്റുവേഷനാണ്. ഞാൻ അവിടെയല്ല താമസിക്കുന്നത്. എനിക്കൊരു പക്ഷെ അവിടെ താമസിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായി എന്ന് വരില്ല, പക്ഷെ ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. ഐ വുഡ് ലവ് ടു ലീവ് ഇൻ ദ ഹിൽസ്. അവനോട് പറയണോ? ഒരു കാര്യം അവനോട് പറയണോ? നമുക്ക് വേണ്ടത് മറ്റേയാളുടെ സജഷനാണ്. ഇങ്ങനെ മറ്റൊരാളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ വെർബ് ഷുഡ് ആണ്. ഷുഡ് വി ടെൽ ഹിം? നമ്മൾ അവനോട് പറയണോ? ഒരു കാര്യം ചെയ്യണോ എന്ന് പറയാൻ അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയാനല്ല നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ വെർബ് ഷുഡ് ആണ്, വുഡ് അല്ല. ഷുഡ് വി ടെൽ ഹിം? നമ്മൾ അവനോട് പറയണോ? അപ്പോൾ കേൾക്കുന്നയാൾ പറയുന്നത് ഞാനാണെങ്കിൽ പറയില്ല എന്നാണ്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അയാൾക്ക് പറയേണ്ടത്. ഇതെങ്ങനെയാണ് പറയുന്നത്? നോ, ഐ വുഡിൻ സേ എനിത്തിങ് അല്ലെങ്കിൽ ഐ വുഡിൻ, അത്രേ പറയണ്ടു. ഷുഡ് വി ടെൽ ഹിം? നമ്മൾ അവനോട് പറയണോ? നോ, ഐ വുഡിൻ സേ എനിത്തിങ്. ഐ വുഡിൻ എന്ന് മാത്രമായാലും മതി. ഇതിനർത്ഥം നിങ്ങളുടെ സാഹചര്യത്തിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ പറയില്ല എന്നാണ്. ഇതും ഇമാജിനറി സിറ്റുവേഷനാണ്. കാരണം നിങ്ങളുടെ സാഹചര്യത്തിലല്ല ഞാൻ, പക്ഷേ നിങ്ങളുടെ പൊസിഷനിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ പറയില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം നിങ്ങളും പറയേണ്ട എന്ന് തന്നെയാണ്. നോ, ഐ വുഡിൻ സേ എനിത്തിങ്. ഇത് തന്നെ നമുക്ക് ഈഫ് ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക: നോ, ഈഫ് ഐ വേർ യു ഐ വുഡിൻ സേ എനിത്തിങ്. ഞാൻ നിങ്ങളായിരുന്നുവെങ്കിൽ ഞാനൊന്നും പറയില്ല. ആ ഈഫ് ഐ വേർ യു അവിടെ നിർബന്ധമൊന്നുമില്ല. ഐ വുഡിൻ്റ് എന്ന് മാത്രം പറഞ്ഞാലും മതി. ഐ വുഡിൻ സേ എനിത്തിങ് അല്ലെങ്കിൽ ഐ വുഡിൻ്റ്, ഞാനാണെങ്കിൽ പറയില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അവനോട് പറഞ്ഞില്ല. ഞാനത് അവനോട് പറഞ്ഞില്ല. ഐ ഡിഡിൻ ടെൽ ഹിം. ഞാൻ അവനോട് പറഞ്ഞില്ല. ഐ ഡിഡിൻ ടെൽ ഹിം. എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ് അല്ലെങ്കിൽ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് നിർബന്ധമില്ല. ഐ ഡിഡിൻ ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ വാട്ട് ഹാഡ് ഹാപ്പൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നർത്ഥം. ഐ ഡിഡിൻ ടെൽ ഹിം എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞില്ല.
ടെല്ലിന് ശേഷം ആരോടാണ് പറയുന്നത് എന്ന് നിർബന്ധമായും പറഞ്ഞിരിക്കണം. അതായത് ടെല്ലിന് എപ്പോഴും ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഐ ഡിഡിൻറ്റ് ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ലായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. ഇതെങ്ങനെയാ പറയുന്നത്? ഹി വുഡിൻറ്റ് ഹാവ് ബിലീവ്ഡ് എനിവേ, പറഞ്ഞിരുന്നെങ്കിലും അവൻ വിശ്വസിക്കില്ലായിരുന്നു. ഹി വുഡിൻറ്റ് ഹാവ് ബിലീവ്ഡ് മീ, അവൻ എന്നെ വിശ്വസിക്കില്ലായിരുന്നു, ഞാൻ പറഞ്ഞത് വിശ്വസിക്കില്ലായിരുന്നു. ഇങ്ങനെ വുഡിൻറ്റ് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിലെ ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഇമാജിനറി സിറ്റുവേഷൻ തന്നെയാണ്, പറഞ്ഞിട്ടില്ല, പക്ഷേ ആൾ പറയുകയാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അവൻ വിശ്വസിക്കില്ലായിരുന്നു. നമ്മൾ ഊഹിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല, പക്ഷെ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഞാൻ പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ലായിരുന്നു. ഹി വുഡിൻറ്റ് ഹാവ് ബിലീവ്ഡ് മീ, ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അവൻ വിശ്വസിക്കില്ലായിരുന്നു. വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ഇങ്ങനെ പാസ്റ്റിലെ അൺറിയൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ജോലി നഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? ഇതും ഒരു ഇമാജിനറി സിറ്റുവേഷനാണ്. പാസ്റ്റിലെ അല്ല, പ്രസന്റിലെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ. ഇപ്പം ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഭാവിയിൽ ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ വുഡ് യൂസ് ചെയ്യും. ഇത് പൊതുവേ ഈഫ് ഉപയോഗിച്ചാണ്, നമ്മൾ ഈഫ് ക്ലോസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൊതുവേ ഇത്തരം ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് സംസാരിക്കാറ്. നമ്മൾ ഇതിനിവിടെ ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷണലാണ്. അതായത് പ്രസന്റിലുള്ള ഒരു അൺറിയൽ സിറ്റുവേഷനെ കുറിച്ച്, ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ച് പറയാൻ നമ്മൾ ടൈപ്പ് 2 ആണ് യൂസ് ചെയ്യുക. ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുക ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പറയുക? ജോലി നഷ്ടപ്പെട്ടാൽ ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്, നീ എന്ത് ചെയ്യും? വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്? നമുക്ക് ഈ സെന്റൻസ് ഈഫ് ഉപയോഗിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ മെയിൻ ക്ലോസ് ഉപയോഗിച്ച് നമുക്ക് തുടങ്ങാം. ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ് വാട്ട് വുഡ് യു ഡു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ് എന്നും ചോദിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ഉപയോഗിച്ചു. വുഡ് ഡു, അതാണ് നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ള വെർബ്. ഇത് ടൈപ്പ് 2 കണ്ടീഷണലിന്റെ ഫോമാണ്. കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സസ് കാണാത്തവർ തീർച്ചയായും അത് കണ്ടു നോക്കൂ. ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത്, അതായത് പ്രസന്റിലുള്ള അൺറിയൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനാണ്. നമ്മളെ ഊഹിച്ച് പറയുകയാണ്, ഇമാജിനറി സിറ്റുവേഷൻസ് ആണ്. പക്ഷെ പാസ്റ്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻസ് അല്ല, പ്രസന്റിലും ഇനി ഫ്യൂച്ചറിലും നടന്നു പോയേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, അങ്ങനെ ഊഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ജോലി നഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഇത് പാസ്റ്റിലത്തെ ഒരു സിറ്റുവേഷൻ അല്ല. ഇപ്പൊ ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഭാവിയിൽ ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈപ്പ് 2 കണ്ടീഷണലാണ്. വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്? ഞാൻ അവൾക്ക് എഴുതിയേനെ, പക്ഷെ അവളുടെ അഡ്രസ്സ് എനിക്കറിയില്ല. ഇതും ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനാണ്, പാസ്റ്റിലുള്ളൊരു സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ ഞാൻ എഴുതിയേനെ, പക്ഷെ അഡ്രസ്സ് അറിയില്ല. അഡ്രസ്സ് അറിയാത്തത് കൊണ്ടാണ് എഴുതാത്തത്. എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എഴുതാൻ കഴിയുന്നില്ല. ഞാൻ എഴുതും എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഐ വിൽ റൈറ്റ് എന്നാണ്. ഞാൻ അവൾക്ക് എഴുതും, അതിനർത്ഥം ഞാൻ ചെയ്യും എന്ന് തന്നെയാണ്. എനിക്കതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് എഴുതിയേനെ എന്നാണ്. എഴുതുമായിരുന്നു, പക്ഷേ എഴുതാനുള്ള സാഹചര്യമില്ല, കാരണം അഡ്രസ്സ് അറിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുക വുഡാണ്. ഐ വുഡ് റൈറ്റ് ടു ഹെർ, ഞാൻ എഴുതിയേനെ, പക്ഷേ അവളുടെ അഡ്രസ്സ് എനിക്കറിയില്ല. ബട്ട് ഐ ഡോണ്ട് നോ ഹെർ അഡ്രസ്. ഐ വുഡ് റൈറ്റ് ടു ഹെർ ബട്ട് ഐ ഡോണ്ട് നോ ഹെർ അഡ്രസ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റിലുള്ള ഒരു സംഭവിക്കാൻ സാധ്യത കുറവുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. എനിക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എഴുതാനുള്ള സാഹചര്യമില്ല, കാരണം അഡ്രസ്സ് അറിയില്ല. ഐ വുഡ് റൈറ്റ് ടു ഹെർ ബട്ട് ഐ ഡോണ്ട് നോ ഹെർ അഡ്രസ്. ഇത് തന്നെ നമുക്ക് ഈഫ് ക്ലോസ് ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷനാണ്. അതായത് പ്രസന്റിലുള്ള ഒരു ഇമ്പോസിബിൾ സിറ്റുവേഷനെ കുറിച്ച്, സംഭവിക്കാൻ സാധ്യത കുറവുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാൻ നമ്മൾ ടൈപ്പ് 2 ആണ് ഉപയോഗിക്കുക. ഈഫ് ഉപയോഗിച്ച് നമ്മളിത് ഇങ്ങനെയാണ് പറയാം. ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ വുഡ് റൈറ്റ് ടു ഹെർ. ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ വുഡ് റൈറ്റ് ടു ഹെർ. ഉപയോഗിച്ചിട്ടുള്ള ടെൻസ് ശ്രദ്ധിക്കണം. ഈഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു, മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് V1 ഉപയോഗിച്ചു. ടൈപ്പ് 2 കണ്ടീഷണലാണ്. ഇതാണ് ടൈപ്പ് 2 കണ്ടീഷണലിന്റെ ഫോം. പക്ഷേ ഇങ്ങനെ കണ്ടീഷണൽ അല്ലാതെ നമ്മൾ ബട്ട് ഉപയോഗിച്ച് ഈ സെന്റൻസിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബട്ടിന് ശേഷം വന്ന ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ സംസാരിക്കുന്നത് നിലവിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. ഐ ഡോണ്ട് നോ ഹെർ അഡ്രസ്, ഇത് പ്രസന്റിലുള്ള ഒരു കാര്യമാണ്. മറ്റേ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തത് വുഡ് പ്ലസ് V1 തന്നെയാണ്. ഈഫ് ക്ലോസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈഫ് ക്ലോസിൽ പ്രസന്റിലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ വുഡ് റൈറ്റ് ടു ഹെർ എന്ന് പറയുമ്പോൾ ഇത് പണ്ടത്തെ ഒരു കാര്യമല്ല, ഇപ്പോഴുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ് നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഈ ടെൻസിലുള്ള ഈ ഡിഫറൻസ് ശ്രദ്ധിക്കാം. ഞാൻ അവൾക്ക് എഴുതുമായിരുന്നു, പക്ഷെ അവളുടെ അഡ്രസ് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് പാസ്റ്റിലുള്ള ഒരു അൺറിയൽ സിറ്റുവേഷൻ ആണ്. നേരത്തെ ഉള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്.
ഞാൻ എഴുതുമായിരുന്നു, ഞാൻ എഴുതിയില്ല, എനിക്ക് എഴുതണമെന്നുണ്ടായിരുന്നു, പക്ഷെ അഡ്രസ്സ് അറിയാത്തത് കാരണം എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുക വുഡ് ഹാവ് പ്ലസ് V3 ആണ്. I would have written to her, but I didn't know her address. I would have written to her, but I didn't know her address. എനിക്ക് അഡ്രസ് അറിയില്ലായിരുന്നു. ഇനി ഇത് ഈഫ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ ടെൻസസിൽ കുറച്ച് വ്യത്യാസം വരും. I would have written, ആ ടെൻസ് അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ ഈഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റിന് പകരം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. If I had known her address, I would have written to her എന്നാണ്. I would have written to her, ഞാൻ എഴുതുമായിരുന്നു. അവിടെ ടെൻസിലൊന്നും ഒരു ഡിഫറൻസും വരുന്നില്ല. പക്ഷെ പിന്നെ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇഫ് ഐ ഹാഡ് നോൺ ഹെർ അഡ്രസ്, ഇത് ടൈപ്പ് 3 കണ്ടീഷണലാണ്. ടൈപ്പ് 3 കണ്ടീഷണൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റിലുള്ള ഇമാജിനറി അൺറിയൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ടൈപ്പ് 2 യൂസ് ചെയ്യുന്നത് പ്രസന്റിലുള്ള അൺറിയൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഈഫ് ക്ലോസസിന്റെ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസസിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ടൈപ്പ് 2 കണ്ടീഷണൽ നമ്മൾ ഉപയോഗിക്കുക ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആണ്. ടൈപ്പ് 3 കണ്ടീഷണൽ നമ്മൾ ഉപയോഗിക്കുക ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റും മറ്റേ ക്ലോസിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ്. വുഡ് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിലെ അൺറിയൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഞാൻ അവളെ ക്ഷണിക്കാൻ പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ഇൻവൈറ്റ് ഹെർ, ഞാൻ അവളെ ക്ഷണിക്കാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്. ക്ഷണിച്ചാലും അവൾ വരില്ല. അതിന് കാരണം ഇതാണ്, ക്ഷണിച്ചാലും അവൾ വരില്ല, പിന്നെ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. ഷീ വുഡിൻ കം എനിവേ. ഐ ആം നോട്ട് ഗോയിങ് ടു ഇൻവൈറ്റ് ഹെർ, ഞാൻ അവളെ ക്ഷണിക്കാൻ പോകുന്നില്ല. ഷീ വുഡിൻ കം എനിവേ, ക്ഷണിച്ചാലും അവൾ വരില്ല. ഷീ വുഡിൻ കം എനിവേ. പ്രസന്റിലുള്ള ഒരു അൺറിയൽ സിറ്റുവേഷനെ കുറിച്ചാണ് ഇവിടെ പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 ഒന്നും ഉപയോഗിച്ചില്ല. നമ്മൾ അതിന് പകരം വുഡ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുന്നത്. ഷീ വുഡിൻ കം എനിവേ, എന്തായാലും വരില്ല. ഷീ വിൽ നോട്ട് കം എന്നല്ല പറയുന്നത്. ഷീ വിൽ നോട്ട് കം എന്ന് പറയുമ്പോൾ വരില്ല എന്ന് തീർച്ചയാണ്. ഇവിടെ നമ്മൾ ഊഹിച്ചു പറയാണ്, വരാൻ എന്തായാലും സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ ക്ഷണിക്കാൻ പോകുന്നില്ല. ഞാൻ അവളെ ക്ഷണിച്ചില്ല, ഇത് പാസ്റ്റിലുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാൻ ക്ഷണിച്ചില്ല, ക്ഷണിച്ചാലും അവൾ വരില്ലായിരുന്നു. ഐ ഡിഡിൻ ഇൻവൈറ്റ് ഹെർ, ഞാൻ അവളെ ക്ഷണിച്ചില്ല. ഞാൻ അവളെ ക്ഷണിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയുക, ഐ ഇൻവൈറ്റഡ് ഹെർ എന്ന് പറയും. ഇവിടെ നമ്മൾ പറയുന്നത് ഞാൻ അവളെ ക്ഷണിച്ചില്ല എന്നാണ്. നമുക്ക് നെഗറ്റീവ് ഫോമാണ് വേണ്ടത്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെർബും നെഗറ്റീവ് ആണ്. ഐ ഡിഡിൻ ഇൻവൈറ്റ് ഹെർ, ഞാൻ എന്തായാലും അവളെ ക്ഷണിച്ചില്ല. ഐ ഇൻവൈറ്റഡ് ഹെർ എന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും. അപ്പൊ ഇൻവൈറ്റഡ് എന്ന വെർബിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻ ഇൻവൈറ്റ്. ഡിഡിന്റെ ശേഷം പിന്നെ ഇൻവൈറ്റഡ് എന്ന് പറയരുത്, ഇൻവൈറ്റ് എന്നേ പറയാവൂ. ഐ ഡിഡിൻ ഇൻവൈറ്റ് ഹെർ, അതിന് കാരണം, ഞാൻ ക്ഷണിക്കാത്തതിന് കാരണം ക്ഷണിച്ചെങ്കിലും അവൾ വരില്ലായിരുന്നു. ഷീ വുഡിൻ ഹാവ് കം എനിവേ, എന്തായാലും വരില്ലായിരുന്നു. ഷീ വുഡിൻ ഹാവ് കം എനിവേ. വുഡ് ഹാവ് പ്ലസ് V3 ആണ് നമ്മളിവിടെ പാസ്റ്റിലുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഷീ വുഡിൻ ഹാവ് കം എനിവേ. എനിക്ക് പോവാൻ അത്ര തിരക്കില്ല. ഐ ആം നോട്ട് ഇൻ എ ഹറി, ഞാൻ അത്ര തിരക്കിലല്ല, അത്ര ധൃതിയിലല്ല എന്നർത്ഥം. ഐ ആം നോട്ട് ഇൻ എ ഹറി, അതുകൊണ്ട് ഞാൻ അല്പനേരം കൂടി കാത്തു നിൽക്കാം. ഐ വിൽ വെയിറ്റ് എ ലിറ്റിൽ ലോങ്ങർ. ഐ ആം നോട്ട് ഇൻ എ ഹറി, ഇൻ എ ഹറി ടു ലീവ് എന്നും പറയാം. എനിക്ക് പോവാൻ അത്ര തിരക്കില്ല. ഐ വിൽ വെയിറ്റ് എ ലിറ്റിൽ ലോങ്ങർ, ഞാൻ കുറച്ച് നേരം കൂടി കാത്തു നിൽക്കാം. എ ലിറ്റിൽ ലോങ്ങർ എന്ന് പറയുമ്പോൾ അല്പനേരം കൂടി, കുറച്ച് നേരം കൂടി എന്നർത്ഥം. ഐ വിൽ വെയിറ്റ് നമ്മളിവിടെ ഉപയോഗിച്ചത് വിൽ ആണ്, കാരണം നമ്മൾ സംസാരിക്കുന്നത് റിയലും പോസിബിളും ആയൊരു സിറ്റുവേഷനെ കുറിച്ചാണ്. ഞാൻ കാത്തു നിൽക്കാം എന്നാണ് ഞാൻ പറയുന്നത്, എനിക്കത് കഴിയും. ഇങ്ങനെ റിയലായ നമ്മളൊരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറയാൻ വുഡ് ഉപയോഗിക്കരുത്, വിൽ തന്നെ വേണം ഉപയോഗിക്കാൻ. നമുക്കത് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വുഡ് യൂസ് ചെയ്യരുത്. വുഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് ആണ്. ഐ വിൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കാത്തു നിൽക്കാൻ കഴിയും, ഞാൻ കാത്തു നിൽക്കാം എന്നാണ്, അല്ലെങ്കിൽ കാത്തു നിൽക്കും എന്നാണ്. ഐ വുഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കാത്തു നിൽക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം. ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കില്ല, അതാണ് വുഡ് ഉപയോഗിക്കുമ്പോൾ വരുന്ന മീനിങ്. അതുകൊണ്ട് തന്നെ വില്ലിന് പകരമായി വുഡ് യൂസ് ചെയ്യരുത്, വുഡിന് പകരമായി വില്ലും യൂസ് ചെയ്യരുത്. ഞാൻ കുറച്ചു നേരം കൂടി കാത്തു നിന്നേനെ. നമ്മൾ നേരത്തെ പറഞ്ഞത് കാത്തു നിൽക്കാം എന്നാണ്, ഐ വിൽ വെയിറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് കാത്തു നിന്നേനെ എന്നാണ്. കാത്തു നിന്നേനെ അല്ലെങ്കിൽ കാത്തു നിൽക്കുമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? കാത്തു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ എനിക്ക് അധികം സമയമില്ല. കാത്തു നിന്നേനെ പക്ഷെ അധിക സമയമില്ല, പോവാൻ തിരക്കുണ്ട് എന്നർത്ഥം. ഞാൻ കുറച്ചു നേരം കൂടി കാത്തു നിന്നേനെ. ഐ വുഡ് വെയിറ്റ് എ ലിറ്റിൽ ലോങ്ങർ ബട്ട് ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. എനിക്ക് ഇപ്പോൾ പോയേ മതിയാവും. ഐ വുഡ് വെയിറ്റ് എ ലിറ്റിൽ ലോങ്ങർ, അതിനർത്ഥം ഞാൻ കാത്തു നിന്നേനെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് കാത്തു നിൽക്കാൻ കഴിയില്ല എന്നാണ്. കാത്തു നിൽക്കും എന്നല്ല മീനിങ്. ബട്ട് ഐ ഹാവിൻ ഗോട്ട് മച്ച് ടൈം, അതിന് കാരണമായി പറയുന്നത് എനിക്ക് അധികം സമയമില്ല, പോവാൻ തിരക്കുണ്ട്. ഐ ഹാവിൻ ഗോട്ട് മച്ച് ടൈം, അധികം സമയമില്ല. മച്ച് ടൈം എന്ന് പറയുമ്പോൾ ധാരാളം സമയം, അധികം സമയം എന്നർത്ഥം.
ഹാവിൻ ഗോട്ട് ഇല്ല. ഐ ഹാവ് എന്ന് പറയുമ്പോൾ ഉണ്ട്, ഹാവിൻ ഗോട്ട് എന്ന് പറയുമ്പോൾ ഇല്ല. ഇവിടെ ഐ വുഡ് വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മീനിങ് മനസ്സിലായല്ലോ. കാത്തു നിൽക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാത്തു നിൽക്കും എന്നോ കാത്തു നിൽക്കാം എന്നോ അല്ല പറയുന്നത്. ഞാൻ അവനെ വിളിക്കാം, എൻ്റെ കയ്യിൽ അവന്റെ നമ്പർ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുക വിൽ ആണ്, വുഡ് അല്ല. ഐ വിൽ കോൾ ഹിം, ഐ ഹാവ് ഗോട്ട് ഹിസ് നമ്പർ. ഞാൻ അവനെ വിളിക്കാം അല്ലെങ്കിൽ വിളിക്കും. ഐ വിൽ കോൾ ഹിം, ഐ ഹാവ് ഗോട്ട് ഹിസ് നമ്പർ. എൻ്റെ കയ്യിൽ അവന്റെ നമ്പർ ഉണ്ട്. നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് വിളിക്കാൻ കഴിയും. ഞാൻ അവനെ വിളിച്ചേനെ, പക്ഷെ എൻ്റെ കയ്യിൽ അവന്റെ നമ്പർ ഇല്ല. ഇതും പ്രസന്റിലുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. വിളിക്കാൻ ആഗ്രഹമുണ്ട്, വിളിച്ചേനെ, പക്ഷെ നമ്പർ ഇല്ലാത്തത് കാരണം വിളിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ വില്ലല്ല യൂസ് ചെയ്യുക, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക വുഡാണ്. ഐ വുഡ് കോൾ ഹിം, ഞാൻ അവനെ വിളിച്ചേനെ, വിളിക്കുമായിരുന്നു. ബട്ട് ഐ ഡോണ്ട് ഹാവ് ഹിസ് നമ്പർ, പക്ഷെ അവന്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. ഐ വുഡ് കോൾ ഹിം ബട്ട് ഐ ഡോണ്ട് ഹാവ് ഹിസ് നമ്പർ, അവന്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. ഡോണ്ട് ഹാവ് ഹിസ് നമ്പറിന് പകരം നമുക്ക് ഹാവിൻ ഗോട്ട് ഹിസ് നമ്പർ എന്നും പറയാം. ഇത് നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇല്ല എന്ന് പറയാൻ നമുക്ക് ഡോണ്ട് ഹാവ് ഉപയോഗിക്കാം, ഹാവിൻ ഗോട്ട് ഉപയോഗിക്കാം. ഹാവിൻ്റെ മാത്രം യൂസ് ചെയ്യരുത്. ഹാവിൻ്റെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ഗോട്ട് ഉപയോഗിക്കാം. ഐ വുഡ് കോൾ ഹിം ബട്ട് ഐ ഡോണ്ട് ഹാവ് ഹിസ് നമ്പർ, അല്ലെങ്കിൽ ഐ വുഡ് കോൾ ഹിം ബട്ട് ഐ ഹാവിൻ ഗോട്ട് ഹിസ് നമ്പർ, എൻ്റെ കയ്യിൽ അവന്റെ നമ്പർ ഇല്ല. ഇനി നമുക്ക് വില്ലിന് പകരം വുഡ് യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അത് റിപ്പോർട്ടഡ് സ്പീച്ചിലാണ്. അതായത് ഒരാളൊരു കാര്യം പറഞ്ഞു, നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയാണ്, നമ്മളത് മറ്റൊരാളുടെ അടുത്ത് പറയുകയാണ്, ഇൻഡയറക്റ്റ് സ്പീച്ച്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വില്ലിന് പകരം വുഡ് ഉപയോഗിക്കും, ക്യാനിന് പകരം കുഡ് ഉപയോഗിക്കും, മേക്ക് പകരം മൈറ്റ് ഉപയോഗിക്കും, ഷോളിന് പകരം ഷുഡ് ഉപയോഗിക്കും. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഈ സെന്റൻസ് നോക്കൂ. ജോൺ പറഞ്ഞു. ജോൺ എന്താ പറഞ്ഞത്? ഞാൻ വരും. ജോണിന്റെ ഭാഷയിൽ ജോൺ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ വിൽ കം എന്ന് പറയും, അല്ലെ? അതാണ് ജോൺ പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ വരും. ഇത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ജോൺ സെഡ്, ജോൺ പറഞ്ഞു, ഞാൻ വരും, ഐ വിൽ കം. ഇത് ജോൺ പറഞ്ഞതാണ്, ജോണിന്റെ തന്നെ വാക്കുകളാണ്. ഇനി ഞാനിത് റിപ്പോർട്ട് ചെയ്യാണ്. ജോൺ വരുമെന്ന് ജോൺ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ വരുമെന്ന് ജോൺ പറഞ്ഞു. ഇതാണ് എനിക്ക് പറയേണ്ടത്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വില്ലിനെ വുഡാക്കി മാറ്റും. ഞാനിത് ഇങ്ങനെയാണ് പറയുക. ജോൺ സെഡ് ദാറ്റ് ഹി വുഡ് കം. അവൻ വരുമെന്ന് ജോൺ പറഞ്ഞു, താൻ വരുമെന്ന് ജോൺ പറഞ്ഞു. ജോൺ സെഡ് ദാറ്റ് ഹി വുഡ് കം. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ വില്ലിന് പകരം വുഡ് തന്നെ യൂസ് ചെയ്യണം. ജോൺ സെഡ് ദാറ്റ് ഹി വിൽ കം എന്ന് പറയരുത്. ഇവിടുത്തെ മെയിൻ ക്ലോസ് ജോൺ സെഡ് എന്നതിൽ ഉപയോഗിച്ചിട്ടുള്ള വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സെഡ് സേ എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ്. ഇങ്ങനെ മെയിൻ ക്ലോസ് സിമ്പിൾ പാസ്റ്റിലാവുമ്പോൾ പിന്നെ ആ ദാറ്റ് ക്ലോസിൽ നമുക്ക് വില്ല് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ വുഡ് തന്നെ യൂസ് ചെയ്യണം. ജോൺ സെഡ് ദാറ്റ് ഹി വുഡ് കം. ജോൺ സെഡ് ദാറ്റ് ഹി വിൽ കം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. വില്ലിന് പകരം ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ വില്ലിന് പകരം വുഡ് യൂസ് ചെയ്യും. ഞാൻ വെയിറ്റ് ചെയ്യാം, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ഷീ സെഡ്. അവൾ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഐ വിൽ വെയിറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യാം, അതാണ് അവൾ പറഞ്ഞത്. ഇനി നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് വെയിറ്റ്. അവൾ വെയിറ്റ് ചെയ്യുമെന്ന് അവൾ പറഞ്ഞു. ഷീ വിൽ വെയിറ്റ് എന്നല്ല നമ്മൾ പിന്നെ പറയുന്നത്. ആ വില്ലിന് പകരം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിച്ചത് വുഡാണ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് വെയിറ്റ്. താൻ കാത്തു നിൽക്കാമെന്ന് അവൾ പറഞ്ഞു. ഞാൻ അവനെ വാൺ ചെയ്തതാണ്, പക്ഷെ അവൻ കേൾക്കില്ല. ആളുകളുടെ ടിപ്പിക്കലായ ബിഹേവിയർ, അവരൊരു കാര്യം നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ചെയ്യില്ല, കേൾക്കില്ല. ഇതെല്ലാം പറയാനും നമുക്ക് വുഡ് ഉപയോഗിക്കാം. അതായത് നമ്മൾ എത്ര പറഞ്ഞാലും അവരത് റെഫ്യൂസ് ചെയ്യും, അത് സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്ന് പറയുന്നതിന് വേണ്ടിയും നമ്മൾ വുഡ് യൂസ് ചെയ്യും. ഇത് ആളുകളുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്, അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് പറയാനാണ് നമ്മളിവിടെ വുഡ് യൂസ് ചെയ്യുന്നത്. ഞാൻ അവനെ വാൺ ചെയ്തതാണ്. ഐ ഹാവ് വോൺഡ് ഹിം, അല്ലെങ്കിൽ ഐ വോൺഡ് ഹിം. ഞാൻ അവനെ വാൺ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ അവൻ കേൾക്കില്ല. ബട്ട് ഹി വുഡിൻ ലിസൺ. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ എല്ലാ സൺഡേയും നീന്താൻ പോകുമായിരുന്നു. പാസ്റ്റിൽ റിപ്പീറ്റഡ്ലി നടന്നിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത്, പാസ്റ്റിലാണത്, എല്ലാ സൺഡേയും ഞങ്ങൾ നീന്താൻ പോകുമായിരുന്നു എന്നാണ് പറയേണ്ടത്. റിപ്പീറ്റഡ് ആയ ഒരു ആക്ഷനാണ്. ഇങ്ങനെ പാസ്റ്റിൽ ഒരു ആക്ടിവിറ്റി പല പ്രാവശ്യം നടന്നിരുന്നു, ആവർത്തിച്ച് നടന്നിരുന്നു എന്ന് പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. നമുക്ക് ഇത് പറയാൻ വേണ്ടി യൂസ് ടൂവും യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ പറയാം. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ, വെൻ വി വേർ ചിൽഡ്രൻ, എല്ലാ സൺഡേയും നീന്താൻ പോകുമായിരുന്നു. വി വുഡ് ഗോ സ്വിമ്മിങ് എവറി സൺഡേ. വെൻ വി വേർ ചിൽഡ്രൻ വി വുഡ് ഗോ സ്വിമ്മിങ് എവറി സൺഡേ. ഗോ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ നീന്താൻ പോവും എന്നർത്ഥം. വെൻ വി വേർ ചിൽഡ്രൻ വി വുഡ് ഗോ സ്വിമ്മിങ് എവറി സൺഡേ. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും നീന്താൻ പോകുമായിരുന്നു. ഇവിടെ നമുക്ക് ഈ വുഡിന് പകരം യൂസ് ചെയ്യാം. ഇതിങ്ങനെയും പറയാം.
വെൻ വി വർ ചിൽഡ്രൻ വി യൂസ് ടു ഗോ സ്വിമ്മിങ് എവറി സൺഡേ. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ നീന്താൻ പോകുമായിരുന്നു. എല്ലായ്പ്പോഴും നമുക്ക് യൂസ് ടുവിന് പകരം വുഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പാസ്റ്റിൽ റിപ്പീറ്റഡ്ലി നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വുഡ് ഉപയോഗിക്കാം. യൂസ് ടുവിന് വേറെയും യൂസസ് ഉണ്ട്. അത് നമ്മൾ പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കും, പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കും, പാസ്റ്റിൽ കുറേ സമയം തുടർച്ചയായി നിലനിന്നിരുന്ന ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ടു ഉപയോഗിക്കും. പക്ഷെ വുഡ് പൊതുവെ നമ്മൾ ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയാൻ, പണ്ട് അവർ അങ്ങനെ ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് വുഡ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ ഇങ്ങനെ ആവർത്തിച്ച് നടന്നിരുന്ന, പലപ്പോഴും കൂടെ കൂടെ സംഭവിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഇവിടെ ഞങ്ങൾ എല്ലാ സൺഡേയും നീന്താൻ പോകും എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിൽ പല പ്രാവശ്യം സംഭവിച്ചൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് വുഡ് യൂസ് ചെയ്യാം, യൂസ് ടുവും ഉപയോഗിക്കാം. അവൾക്ക് ദേഷ്യം വരുമ്പോഴെല്ലാം അവൾ സ്വയം ഒരു മുറിക്കകത്ത് അടച്ചിരിക്കും. അവൾക്ക് ദേഷ്യം വരുമ്പോൾ എല്ലാം. വെനെവർ ഷീ വാസ് ആംഗ്രി. അവൾക്ക് ദേഷ്യം വന്നിരുന്ന സമയത്തെല്ലാം. പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത്, പ്രസന്റിലുള്ള കാര്യങ്ങളല്ല. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെനെവർ ഷീ വാസ് ആംഗ്രി, അവൾക്ക് ദേഷ്യം വന്നിരുന്നപ്പോഴെല്ലാം അവൾ സ്വയം ഒരു മുറിക്കകത്ത് അടച്ചിരിക്കും. ഷീ വുഡ് ലോക്ക് ഹെർ സെൽഫ് അപ്പ് ഇൻ എ റൂം. വെനെവർ ഷീ വാസ് ആംഗ്രി ഷീ വുഡ് ലോക്ക് ഹെർ സെൽഫ് അപ്പ് ഇൻ എ റൂം. ഷീ വുഡ് ലോക്ക് ഹെർ സെൽഫ് എന്നാണ് നമ്മൾ പറഞ്ഞത്, കാരണം അവൾ സ്വയമാണ് അടച്ചിരിക്കുന്നത്. ഇങ്ങനെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്നാകുമ്പോൾ ഇത് അവളോട് ചെയ്യുന്ന ഒരു കാര്യമാണ്, മറ്റൊരാളോട് ചെയ്യുന്ന കാര്യമല്ല. ഇവിടെ അവളെ തന്നെയാണ് ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹെറിന് പകരം ഹെർ സെൽഫ് എന്ന് പറയുന്നത്. വെനെവർ ഷീ വാസ് ആംഗ്രി ഷീ വുഡ് ലോക്ക് ഹെർ സെൽഫ് അപ്പ് ഇൻ എ റൂം. അവളെ തന്നെ ഒരു റൂമിൽ അടച്ചിരിക്കും. സ്വയം അവൾ ഒരു റൂമിൽ പോയി വാതിൽ അടച്ചിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇത് അവളുടെ ഒരു പാസ്റ്റ് ഹാബിറ്റാണ്, ടിപ്പിക്കലായ അവളുടെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാൻ ഇവിടെ വുഡ് ഉപയോഗിക്കാം. യൂസ് ടുവും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അവരെ ഒന്ന് പോയി കാണൂ. നമ്മളൊരാളുടെ അടുത്ത് എൻകറേജ് ചെയ്യാണ്. ഗോ ആൻഡ് സീ ഹെർ. ഞാനിവിടെ അവരെ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മുതിർന്ന ഒരു സ്ത്രീ എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഹെർ എന്ന് പറയുന്നത്. അവരെ എന്നതിന് നമുക്ക് ദം എന്നും ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പോൾ സ്ത്രീയല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ എന്നാണ് അർത്ഥം. അവരെ ഒന്ന് പോയി കാണൂ. ഗോ ആൻഡ് സീ ഹെർ. നിന്നെ കാണുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. നമ്മൾ ഊഹിച്ച് പറയുകയാണ്, അവർ ഹാപ്പി ആവാൻ സാധ്യതയുണ്ട്, നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഷീ വുഡ് ബി ഹാപ്പി ടു സീ യു. ഗോ ആൻഡ് സീ ഹെർ. ഷീ വുഡ് ബി ഹാപ്പി ടു സീ യു. ഷീ വിൽ ബി ഹാപ്പി ടു സീ യു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഇവിടെ നമുക്ക് വില്ലിന് പകരം വുഡും ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ഷീ വുഡ് ബി ഹാപ്പി ടു സീ യു, അവൾക്ക് സന്തോഷമാവും. ഷീ വിൽ ബി ഹാപ്പി ടു സീ യു എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. നിന്നെ കാണുന്നതിൽ അവൾക്ക് സന്തോഷം ഉണ്ടാവും എന്നർത്ഥം. ഞാൻ പരീക്ഷ എഴുതിയില്ല. ഐ ഡിഡിൻ റൈറ്റ് ദ എക്സാം, അല്ലെങ്കിൽ ഐ ഡിഡിൻ ഡു ദ എക്സാം എന്നും നമുക്ക് പറയാം. പരീക്ഷ എഴുതുന്നതിന് ഡു ദ എക്സാം എന്ന് പറയാം. ഐ ഡിഡിൻ റൈറ്റ് ദ എക്സാം അല്ലെങ്കിൽ ഐ ഡിഡിൻ ഡു ദ എക്സാം. കാരണം എന്തായിരുന്നു? എഴുതിയാലും ജയിക്കില്ലായിരുന്നു. ഐ വുഡിൻ ഹാവ് പാസ്ഡ് എനിവേ. ഞാൻ ജയിക്കില്ലായിരുന്നു. ഐ വുഡിൻ ഹാവ് പാസ്ഡ് എനിവേ. ഞാൻ എഴുതാത്തതിന് കാരണം ജയിക്കില്ലായിരുന്നു എന്നതാണ്. നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് പറയേണ്ടത് ഞാൻ പരീക്ഷ എഴുതുന്നില്ല, എഴുതിയാലും ജയിക്കില്ല എന്നാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഐ ആം നോട്ട് റൈറ്റിംഗ് ദ എക്സാം. ഞാൻ പരീക്ഷ എഴുതുന്നില്ല, ഐ ആം നോട്ട് റൈറ്റിംഗ് ദ എക്സാം. അല്ലെങ്കിൽ ഐ ആം നോട്ട് ഗോയിങ് ടു റൈറ്റ് ദ എക്സാം. ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നില്ല. ഐ വുഡിൻ പാസ് എനിവേ. എന്തായാലും ജയിക്കില്ല. ഇവിടെ നമ്മൾ വുഡിൻ പ്ലസ് V1 ആണ് ഉപയോഗിച്ചത്. വുഡിൻ പാസ് എനിവേ. ഞങ്ങളൊരു ടാക്സി പിടിച്ചു. വി ടുക്ക് എ ടാക്സി അല്ലെങ്കിൽ വി ഹയേർഡ് എ ടാക്സി, വി കോൾഡ് എ ടാക്സി. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ട്രാഫിക്കിൽ പെട്ടുപോയി. ബട്ട് വി ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക്. വി ടുക്ക് എ ടാക്സി ബട്ട് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക്. ട്രാഫിക്കിൽ പെട്ടുപോയി. വീട്ടിലേക്ക് നടന്നിരുന്നെങ്കിൽ വേഗം എത്തിയേനെ. വീട്ടിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ, ടാക്സി പിടിക്കുന്നതിന് പകരം നടക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ വേഗം എത്തിയേനെ. ഇമാജിനറി സിറ്റുവേഷൻ ആണ്, പാസ്റ്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഇറ്റ് വുഡ് ഹാവ് ബീൻ ക്യുക്കർ ടു വാക്ക് ഹോം. ഇറ്റ് വുഡ് ഹാവ് ബീൻ ക്യുക്കർ ടു വാക്ക് ഹോം. ടു വാക്ക് ഹോം എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് നടക്കുക എന്നർത്ഥം. ഇറ്റ് വുഡ് ഹാവ് ബീൻ ക്യുക്കർ ടു വാക്ക് ഹോം. ക്യുക്കർ കൂടുതൽ വേഗത്തിൽ എത്തുമായിരുന്നു എന്നർത്ഥം. ഇവിടെ നമ്മൾ ഉപയോഗിച്ച വുഡ് ഹാവ് പ്ലസ് V3 ആണ്. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ആളുകൾക്ക് പൊളൈറ്റായി എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്യുന്നതിന് നമ്മൾ വുഡ് യൂസ് ചെയ്യും. വുഡാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുക. വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? കഴിക്കാൻ എന്തെങ്കിലും വേണോ? വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്. ഇങ്ങനെ ആളുകളുടെ അടുത്ത് പൊളൈറ്റായി എന്ത് ചോദിക്കണമെങ്കിലും നമുക്കിങ്ങനെ വുഡ് യു ലൈക്ക് എന്ന് ചോദിക്കാം. വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്. ആളുകളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറയാനും നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഒന്ന് മിണ്ടാതിരിക്കാമോ? ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വുഡ് യു പ്ലീസ് ബി ക്വയറ്റ്. ഇവിടെ നമുക്ക് വില്ലും യൂസ് ചെയ്യാം. വില്ല് കുറച്ചുകൂടി ഫോഴ്സ് ഉണ്ട് അതിന്. വിൽ യു പ്ലീസ് ബി ക്വയറ്റ് എന്ന് പറയുന്നതിനേക്കാൾ പൊളൈറ്റ് ആണ് വുഡ് യു പ്ലീസ് ബി ക്വയറ്റ് എന്ന് പറയുന്നത്. വിൽ യു എന്ന് പറയുമ്പോൾ അതൊരു ഓർഡർ പോലെയായി.
വുഡ് യു പ്ലീസ് ബി ക്വയറ്റ്, ഒന്നും മിണ്ടാതിരിക്കാമോ, കുറച്ചുകൂടി സോഫ്റ്റ് ആണ് എന്നർത്ഥം. വില്ലും ഉപയോഗിക്കാം, അതിന് കുറച്ചുകൂടി ഫോഴ്സും ഉണ്ട്. അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ, വിൽ യു മൂവ് എ ബിറ്റ് എന്നും ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വുഡ് യു മൈൻഡ് ഉപയോഗിച്ചും ഇത് പറയാം. വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്, ഇത് വളരെ പൊളൈറ്റ് ആണ്. അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ, നീങ്ങിയിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ. വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്, വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്. വുഡ് യു മൂവ് എ ബിറ്റ് എന്ന് ചോദിച്ചാൽ ഇത്ര തന്നെ പൊളൈറ്റ് അല്ല, എന്നാലും പൊളൈറ്റ് ആണ്. വിൽ യു മൂവ് എ ബിറ്റ് എന്ന് ചോദിച്ചാൽ അത് അത്ര പൊളൈറ്റ് അല്ല. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. വുഡ് ആണ് ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ അപ്രോപ്രിയേറ്റ്. വില്ലിനേക്കാളും എന്തുകൊണ്ടും നമ്മുടെ സംസാരം പൊളൈറ്റ് ആണ്. കുറച്ചുകൂടി ഭവ്യതയോടെ, മാന്യതയോടെ, ബഹുമാനത്തോടെയൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ വില്ലിനേക്കാളും അധികം ഉപയോഗിക്കുക വുഡാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അല്പനേരം വർത്തമാനം പറഞ്ഞിരിക്കും. പാസ്റ്റിൽ റിപ്പീറ്റഡ് ആയി നടന്നിരുന്ന ഒരു കാര്യമാണ്, ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ്. നമുക്ക് വുഡ് ഉപയോഗിച്ചും പറയാം, യൂസ്ഡ് ഉപയോഗിച്ചും പറയാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം, രാത്രി ഭക്ഷണമാണ് എന്ന് കരുതുക. ആഫ്റ്റർ ഡിന്നർ, ഭക്ഷണം കഴിച്ചതിന് ശേഷം. ആഫ്റ്റർ വി ഹാഡ് ഡിന്നർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ആഫ്റ്റർ ഡിന്നർ എന്ന് പറഞ്ഞാൽ മതി. വി വുഡ് ചാറ്റ് ഫോർ എ വൈൽ, അല്പനേരം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കും. ആഫ്റ്റർ ഡിന്നർ വി വുഡ് ചാറ്റ് ഫോർ എ വൈൽ. വി യൂസ് ടു ചാറ്റ് ഫോർ എ വൈൽ എന്നും നമുക്ക് പറയാം. ആഫ്റ്റർ ഡിന്നർ വി യൂസ് ടു ചാറ്റ് ഫോർ എ വൈൽ, കുറച്ചു നേരം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ ഒരുപാട് മണ്ടൻ തമാശകൾ പറയും അല്ലെങ്കിൽ പറയുമായിരുന്നു. അവൻ്റെ പാസ്റ്റിലുള്ള ഒരു ഹാബിറ്റ്. ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം, യൂസ് ടുവും വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്കിത് ഇങ്ങനെ പറയാം, മണ്ടൻ തമാശകൾ എന്നതിന് നമുക്ക് സില്ലി ജോക്സ് എന്ന് പറയാം, അത്ര കാര്യമില്ലാത്ത തമാശകൾ എന്നർത്ഥത്തിൽ. ഹി വുഡ് ടെൽ എ ലോട്ട് ഓഫ് സില്ലി ജോക്സ്, അല്ലെങ്കിൽ ഹി യൂസ് ടു ടെൽ എ ലോട്ട് ഓഫ് സില്ലി ജോക്സ്. അവൻ അത്ര കാര്യമില്ലാത്ത ഒരുപാട് തമാശകൾ പറയുമായിരുന്നു. ഹി വുഡ് ടെൽ എ ലോട്ട് ഓഫ് സില്ലി ജോക്സ്, അല്ലെങ്കിൽ ഹി യൂസ് ടു ടെൽ എ ലോട്ട് ഓഫ് സില്ലി ജോക്സ്. ഇങ്ങനെ ആളുകളുടെ പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം, യൂസ് ടുവും ഉപയോഗിക്കാം. വുഡ് എല്ലായ്പ്പോഴും സാധ്യമല്ല. ഇത് അയാളുടെ ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ. ഇങ്ങനെ ആളുകൾ പണ്ട് ഇങ്ങനെ ഒരു സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഹി വുഡ് ടെൽ എ ലോട്ട് ഓഫ് സില്ലി ജോക്സ്. അവൾ സ്വയം ഒരുപാട് സംസാരിക്കുമായിരുന്നു. അവളോട് തന്നെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. നമ്മളോട് തന്നെ സംസാരിക്കുന്നതിന് എന്താ പറയുക? ടോക്ക് ടു അവർ സെൽസ്. അവളോട് തന്നെ സംസാരിക്കും എന്ന് പറയുമ്പോൾ ഷീ യൂസ് ടു ടോക്ക് ടു ഹെർ സെൽഫ് എ ലോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ വുഡ് ടോക്ക് ടു ഹെർ സെൽഫ് എ ലോട്ട് എന്ന് പറയാം. അവളോട് തന്നെ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ടോക്ക് ടു ഹെർ സെൽഫ് എന്ന് പറയുന്നത്. ഷീ വുഡ് ടോക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ പോരാ, ഹെർ സെൽഫ് എന്ന് തന്നെ പറയണം. അവളോടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ അവിടെ ഹെർ ഉപയോഗിച്ചാൽ പോരാ. ഹെർ സെൽഫ് എന്ന റിഫ്ലെക്സീവ് പ്രൊനൗൺ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഷീ വുഡ് ടോക്ക് ടു ഹെർ സെൽഫ് എ ലോട്ട്, അല്ലെങ്കിൽ ഷീ യൂസ് ടു ടോക്ക് ടു ഹെർ സെൽഫ് എ ലോട്ട്. ഇത് അവളുടെ പാസ്റ്റിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, പക്ഷെ പണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നർത്ഥം. എനിക്ക് മാനേജരോട് സംസാരിക്കണമെന്നുണ്ട്. വളരെ പൊളൈറ്റായി നമ്മളൊരു ആവശ്യം പറയുകയാണ്. ഐ വോണ്ട് ടു ടോക്ക് ടു ദ മാനേജർ എന്ന് പറയുന്നതിലും എന്തുകൊണ്ടും പൊളൈറ്റ് ആണ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ദ മാനേജർ എന്ന് പറയുന്നത്. ഇവിടെ വുഡ് ലൈക്കിൻ്റെ അർത്ഥം വേണം, ഐ വോണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അത് അത്ര തന്നെ പൊളൈറ്റ് അല്ല. നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ദ മാനേജർ എന്ന് പറയുമ്പോൾ നമ്മളുടെ സംസാരം വളരെ ബഹുമാനത്തോടെയായി. നീ നാളെ വരാതിരിക്കുന്നതാണ് എനിക്ക് സൗകര്യം. നമ്മളൊരാളുടെ അടുത്ത് പറയുകയാണ്, നാളെ വരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് വുഡ് റാദർ ഉപയോഗിച്ച് പറയാം. നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഐ വുഡ് റാദർ യു ഡിഡിൻ കം ടുമോറോ. നീ നാളെ വരാതിരിക്കുന്നതാണ് എനിക്ക് താല്പര്യം. നീ നാളെ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നർത്ഥം. ഐ വുഡ് റാദർ യു ഡിഡിൻ കം ടുമോറോ. ഇവിടുത്തെ സ്ട്രക്ചർ ശ്രദ്ധിക്കണം. വുഡ് റാദറിന് ശേഷം ആരോടാണോ പറയുന്നത് ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ നമ്മളോട് ഉപയോഗിക്കും. ഇവിടെ നമ്മൾ യു, നിന്നോടാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മളവിടെ ആ പ്രൊനൗൺ യു എന്ന പ്രൊനൗൺ അവിടെ യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ പറയാൻ പോകുന്നത് ഭാവിയിൽ നടക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ്, പക്ഷെ ഉപയോഗിക്കുന്ന വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വുഡ് റാദർ പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം, അതായത് വുഡ് റാദർ പ്ലസ് നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിന് ശേഷം നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ കെയിം എന്ന വെർബ്, കം എന്ന വെർബിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് കെയിം. അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഡിഡിൻ കം. ഐ വുഡ് റാദർ യു ഡിഡിൻ കം ടുമോറോ. നാളെ നീ വരാതിരിക്കുന്നതാണ് എനിക്ക് സൗകര്യം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നീ നാളെ വരരുത്, വേറൊരു ദിവസം വന്നാൽ മതി എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വുഡ് റാദർ യു ഡിഡിൻ കം ടുമോറോ. ഡിഡിൻ കം എന്നത് കെയിം എന്ന വെർബിൻ്റെ നെഗറ്റീവ് ഫോമാണ്. ഇനി നീ സൺഡേ വരുന്നതാണ് എനിക്ക് താല്പര്യം എന്നാണ് പറയേണ്ടതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് പറയുക, ഐ വുഡ് റാദർ യു കെയിം ഓൺ സൺഡേ അല്ലെങ്കിൽ മൺഡേ.
ഐ വുഡ് റാദർ യു കെയിം ഓൺ മൺഡേ. തിങ്കളാഴ്ച വരുന്നതാണ് എനിക്ക് താല്പര്യം. ഐ വുഡ് റാദർ യു കെയിം ഓൺ മൺഡേ. ഇവിടെ വുഡ് റാദറിന് ശേഷം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കം എന്ന വെർബിന്റെ V2 ആണ് കെയിം, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വുഡ് റാദർ പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കീഴടങ്ങുന്നതിന് പകരം അവർ മരിക്കും. അവരൊരിക്കലും സറണ്ടർ ചെയ്യില്ല. അതിന് പകരം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ മരണമാണ് പ്രിഫർ ചെയ്യുക. അതാണ് നമുക്ക് പറയേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം അതിനേക്കാളും എനിക്ക് താല്പര്യം ഇതാണ് എന്ന് പറയാനും നമുക്ക് വുഡ് റാദർ ഉപയോഗിക്കാം. ദേ വുഡ് റാദർ ഡൈ ദാൻ സറണ്ടർ. ഇവിടെ വുഡ് റാദറിന് ശേഷം നമ്മൾ ദാൻ ഉപയോഗിക്കുന്നുണ്ട്. ദേ വുഡ് റാദർ ഡൈ ദാൻ സറണ്ടർ. അവർ മരണമാണ് പ്രിഫർ ചെയ്യുക കീഴടങ്ങുന്നതിനേക്കാളും എന്നർത്ഥം. ദേ വുഡ് റാദർ ഡൈ ദാൻ സറണ്ടർ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ടെൻസസ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡൈ എന്നതും സറണ്ടർ എന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, സിമ്പിൾ പാസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് വുഡ് റാദർ പ്ലസ് ഒബ്ജക്റ്റിന് ശേഷമാണ്. മറ്റൊരാളോട് നിങ്ങൾ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാനാണ് വുഡ് റാദർ പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ആളുകളുടെ പ്രിഫറൻസസിനെ കുറിച്ചാണ്. അവർ ഈ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാധ്യത മറ്റൊരു കാര്യം ചെയ്യാനാണ്, അല്ലെങ്കിൽ അവർ അതാണ് പ്രിഫർ ചെയ്യുക എന്ന് പറയാൻ നമ്മൾ പ്രസന്റ് ടെൻസസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദേ വുഡ് റാദർ ഡൈ ദാൻ സറണ്ടർ. ഇനി ഇതൊന്ന് നോക്കൂ. കുടിക്കാൻ എന്തെങ്കിലും വേണം. വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്. കുടിക്കാൻ എന്തെങ്കിലും വേണം. അപ്പോൾ കേൾക്കുന്നയാൾ പറയുന്നത് എനിക്ക് കഴിക്കാനാണ്, എന്തെങ്കിലും ഈറ്റ് ചെയ്യാനാണ് വേണ്ടത് എന്നാണ് പറയേണ്ടത്. അതിന് അയാൾക്കും വുഡ് റാദർ ഉപയോഗിക്കാം. വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക് അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് എ ഡ്രിങ്ക്. എന്തെങ്കിലും കുടിക്കാൻ വേണോ. അപ്പോൾ എനിക്ക് കഴിക്കാനാണ് വേണ്ടത് എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറയാം? ഐ വുഡ് റാദർ ഹാവ് സംതിങ് ടു ഈറ്റ്. എനിക്ക് കുടിക്കാനല്ല വേണ്ടത്, കഴിക്കാനാണ് വേണ്ടത്. ഐ വുഡ് റാദർ ഹാവ് സംതിങ് ടു ഈറ്റ്. ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഐ വുഡ് റാദർ ഹാവ് സംതിങ് ടു ഈറ്റ്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വില്ലും വുഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ മെയിൻലി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പലരും വില്ലിന് പകരമായി വുഡ് യൂസ് ചെയ്യാറുണ്ട്. അപൂർവം ചില സാഹചര്യങ്ങളിൽ അത് സാധ്യമാണ്, പക്ഷെ പൊതുവേ അത് സാധ്യമല്ല. വിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, വളരെ പോസിബിളായി ചെയ്യും എന്ന് നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. നമുക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷെ ആ സാഹചര്യം ഇല്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. അതായത് വുഡ് ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വില്ലിന് പകരമായി പൊതുവേ വുഡ് യൂസ് ചെയ്യരുത്. ഇമാജിനറി ആയ സിറ്റുവേഷൻസിനെ കുറിച്ച്, സംഭവിക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ വുഡ് തന്നെ യൂസ് ചെയ്യുക. സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുള്ള അല്ലെങ്കിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ വിൽ തന്നെ യൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.